വിന്നേഴ്സ് അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. I have an experience of more than 40 years in teaching. കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ബിസിനസ് ട്രാൻസാക്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചു. Cash transaction and credit transaction. Cash transaction means immediate payment or receipt of cash. But the payment or receipt of cash is postponed for a future date is called credit transaction. സാധനങ്ങൾ വാങ്ങി ഉടനെ തന്നെ പണം കൊടുക്കുകയോ സാധനങ്ങൾ വിറ്റാൽ ഉടനെ തന്നെ പണം സ്വീകരിക്കുകയോ ചെയ്താൽ അതാണ് രൊക്ക ഇടപാട് അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ. എന്നാൽ വാങ്ങിയ സാധനത്തിൻ്റെ വില നാളെ തരാം, ഒരാഴ്ച കഴിഞ്ഞ് തരാം, ഒരു മാസം കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇതുപോലെ തന്നെ വിറ്റ സാധനത്തിൻ്റെ വില ഉടനെ മേടിക്കാതെ 2 ദിവസം കഴിഞ്ഞാണ് മേടിക്കുന്നതെങ്കിൽ അതും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷൻ ഒന്നുകിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. പെയ്ഡ് റിസീവ്ഡ് എന്ന പദം ഉള്ള എല്ലാ ട്രാൻസാക്ഷനും ക്യാഷ് ട്രാൻസാക്ഷൻ ആകുന്നു. ഓർമ്മയിൽ വയ്ക്കുക. പെയ്ഡ് വേജസ്, പെയ്ഡ് സാലറി, പെയ്ഡ് റെൻറ്റ്, പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്, പെയ്ഡ് പ്രിൻറ്റിംഗ് ചാർജ്, പെയ്ഡ് റിപ്പയേഴ്സ് എന്ന് കണ്ടാൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇതുപോലെ തന്നെ റിസീവ്ഡ് ക്യാഷ് ഫ്രം മോഹൻ, റിസീവ്ഡ് റെൻറ്റ്, റിസീവ്ഡ് കമ്മീഷൻ എന്ന ട്രാൻസാക്ഷനും ക്യാഷ്. ചുരുക്കത്തിൽ പെയ്ഡ് റിസീവ്ഡ് എന്ന പദമുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും ക്യാഷ് ട്രാൻസാക്ഷനായിരിക്കും. എന്നാൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം മോഹൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. എന്തുകൊണ്ടെന്നാൽ ഫോർ ക്യാഷ് എന്ന പദം ചേർക്കുകയോ പൈസയെപ്പറ്റി ഒന്നും പ്രതിപാദിക്കാതിരിക്കുകയോ ചെയ്താൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. സോൾഡ് ഗുഡ്സ് ടു സുനിൽ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. സോൾഡ് ഗുഡ്സ് ടു രാമൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. എമൗണ്ട് ഡ്യൂ ഫ്രം സോമൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. എമൗണ്ട് പേയബിൾ ടു ആനന്ദ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഇങ്ങനെ പെയ്ഡ് റിസീവ്ഡ് എന്ന പദം ഇല്ലാത്ത എല്ലാ ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ നമ്മളതിനെ ആദ്യം ക്യാഷാണോ ക്രെഡിറ്റാണോ എന്ന് തരംതിരിക്കുന്നു. എന്നിട്ട് അതിനകത്തെ 2 ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 ആസ്പെക്ട്സ്, 2 എലമെൻറ്റ്സ്. അതിനെയാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് വിളിക്കുക. ഈ 2 ആസ്പെക്റ്റിനെയും കൃത്യമായി രേഖപ്പെടുത്തുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, അല്ലെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അണ്ടർ ദ ഡബിൾ എൻട്രി സിസ്റ്റം ദ 2-fold aspects, one is debit aspect and other is credit aspects, are clearly entered in the books of accounts. അക്കൗണ്ടിങ്ങിൽ ഒരേ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. എന്നാൽ എ സ്മോൾ ട്രേഡർ കനോട്ട് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി. ഹി ഫോളോ സം അതർ മെത്തേഡ്സ്. ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് സിംഗിൾ എൻട്രി സിസ്റ്റം. That means there is no one system as single entry in accounting. ഈ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് എല്ലാ ട്രാൻസാക്ഷനിലെയും 2 ആസ്പെക്റ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിലെ ഒരു ആസ്പെക്റ്റ് ക്യാഷും, ക്രെഡിറ്റ് ട്രാൻസാക്ഷനിലാണെങ്കിൽ അതിലെ ഒരു ആസ്പെക്റ്റ് ഒരു വ്യക്തിയും ആയിരിക്കും. പെയ്ഡ് റെൻറ്റ് ₹500 എന്ന് മാത്രം പറഞ്ഞാൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. എന്തുകൊണ്ടെന്നാൽ പെയ്ഡ് എന്ന പദം
ഉണ്ട്. പെയ്ഡ് എന്ന പദം വന്നതുകൊണ്ട് ഇതെല്ലാം ഇപ്പോഴും ക്യാഷ് ട്രാൻസാക്ഷനായി. ഇതിനകത്തെ രണ്ട് ആസ്പെക്ട്സ്, ഒന്ന് റെൻറ്റും രണ്ടാമത്തത് ക്യാഷും. എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അക്കൗണ്ട് പ്രധാനമായും 3: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് വ്യക്തികളോട് സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട അക്കൗണ്ടാകുന്നു. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്വത്തുക്കളുടെ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചെലവുകളുടെയും വരവുകളുടെയും ഒക്കെയാണ്. ആ നിയമം അനുസരിച്ച് ഇവിടെ റെൻ്റ് എന്ന് പറയുന്നത് ചെലവാണ്, അതുകൊണ്ട് നോമിനൽ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്, അതുകൊണ്ട് റിയൽ. ഇങ്ങനെ അക്കൗണ്ടുകളെ നമ്മൾ തരംതിരിക്കും. ക്യാഷ് പെയ്ഡ് ടു സുനിൽ ₹1000. പെയ്ഡ് എന്ന പദം കണ്ടതുകൊണ്ട് ഇതും ക്യാഷ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഒരാസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടായിരിക്കും. രണ്ടാമത്തെ ആസ്പെക്റ്റ്, നമ്മൾ പണം കൊടുത്തപ്പോൾ പണം വാങ്ങിച്ചത് സുനിലാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും സുനിൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് റിയൽ, സുനിൽ വ്യക്തിയായതുകൊണ്ട് പേഴ്സണൽ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1000. ഇതും ക്യാഷ് ട്രാൻസാക്ഷനാണ്. ആരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിച്ചു എന്ന് പ്രത്യേകം പ്രതിപാദിക്കാത്തതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷനാണ് ഒരാസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട്. ഈ വാങ്ങിക്കുന്ന ഗുഡ്സ് എല്ലാം രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ് പർച്ചേസ് അക്കൗണ്ട്. വാങ്ങിക്കുന്ന ഗുഡ്സ് എല്ലാം പർച്ചേസ് അക്കൗണ്ടിലും വിറ്റ ഗുഡ്സ് എല്ലാം സെയിൽസ് അക്കൗണ്ടിലും രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ആസ്പെക്റ്റ് പർച്ചേസ് അക്കൗണ്ട്. ക്യാഷ് റിയൽ, പർച്ചേസ് ചെലവായതുകൊണ്ട് നോമിനൽ. സോൾഡ് ഗുഡ്സ് ₹2000. റെഡി ക്യാഷിന് സാധനങ്ങൾ വിറ്റു, 2000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. ഇതും ക്യാഷ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഒരാസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട്. വിറ്റ ഗുഡ്സ് എല്ലാം രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ് സെയിൽസ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് സെയിൽസ്. ക്യാഷ് റിയൽ, സെയിൽസ് നോമിനൽ. വരവുകളുടെയും ചെലവുകളുടെയും അക്കൗണ്ടാണ് നോമിനൽ. Purchase of stationery items. സാധനങ്ങൾ മേടിച്ചു, പേന, പെൻസില്, കടലാസ, മഷി തുടങ്ങിയ സ്റ്റേഷനറി ആർട്ടിക്കിൾസ് മേടിച്ചു എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും. ക്യാഷ് കൊടുത്തില്ലെങ്കിൽ ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പറയാത്തിടത്തോളം കാലം ക്യാഷ് അക്കൗണ്ടും നമുക്ക് കിട്ടിയത് സ്റ്റേഷനറി അക്കൗണ്ട്. ഇത് നോമിനൽ, ക്യാഷ് റിയൽ. അപ്പോൾ ഇതുപോലെ എല്ലാ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്റ്റ് ഉണ്ടാവും. ഒന്ന് പെയ്ഡ് റിസീവ്ഡ് എന്ന പദം കണ്ടാലത് ക്യാഷും, ചെലവുകളാണെങ്കിൽ അത് നോമിനൽ അക്കൗണ്ട്. ക്യാഷ് റിയലാണ്, ചെലവുകൾ നോമിനലാണ്. ഇങ്ങനെ ഓരോ ക്ലാസ്സിലും ഞാനൊരു 10 ട്രാൻസാക്ഷൻ വീതം പരിചയപ്പെടുത്തും. വായിച്ച് മനസ്സിലാക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.